കോഴിക്കോട് ഫറോക്കിൽ 2-വീലർ വർക്ക്ഷോപ്പിന് അജ്ഞാതൻ തീയിട്ടു. 3 വാഹനങ്ങൾ പൂർണ്ണമായും 5 വാഹനങ്ങൾ ഭാഗികമായും കത്തി നശിച്ചു. പ്രതികരണം വരും. ആദ്യം ഷോപ്പ് പൂട്ടി പോണ പ്രശ്നമൊന്നുമില്ല. രാത്രി വണ്ടിക്കാരെ വിളിച്ച് പറഞ്ഞു ഷോപ്പ് ഇങ്ങനെ കത്തുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നോക്കിയപ്പോൾ വണ്ടി ഏകദേശം ഒരു 3 വണ്ടി പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. ഒരു 4-5 വണ്ടിക്ക് ഭാഗികമായിട്ടും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. CCTV റെക്കോർഡിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതും തീയിടുന്നതെല്ലാം റെക്കോർഡായിട്ടുണ്ട്. ഒരു 11:30 ശേഷമാണ് സംഭവം നടന്നത്. നിഖിൽ പ്രമേഷ് ഉണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, ഒരു CCTV ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. പ്രതി ആരെന്ന് തിരിച്ചറിയാനായിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഈ വർക്ക്ഷോപ്പ് ഉടമയുമായി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വൈരാഗ്യമോ പ്രതികാരമൊക്കെ ഉള്ളതായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? സുഹൈൽ, ഇന്ന് പുലർച്ചെ 12:30 ഈ സംഭവം നടക്കുന്നത്. ഇത് ഫറോക്കിൽ നിന്ന് കടലുണ്ടി ഭാഗത്തേക്കൊക്കെ പോകുന്ന അത്തൻ വളവ് എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ വർക്ക്ഷോപ്പിന് തീയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു അജ്ഞാതനായിട്ടുള്ള ആള് പ്രത്യേകിച്ച് പ്രകോപനമൊന്നുമില്ലാതെ കടന്നു വരുന്നു. ഈ അയാളുടെ കയ്യിലുണ്ടായിരുന്ന പെട്രോൾ പോലെയുള്ള ഒരു വസ്തു ഈ കടയ്ക്ക് മുന്നിലൊക്കെ ഒഴിക്കുന്നു. തുടർന്ന് തീയിട്ട് അതിനുശേഷം മടങ്ങി പോവുകയാണ്. വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വാഹനങ്ങൾ, അതായത് 5 വണ്ടികൾ ഭാഗികമായി കത്തി നശിച്ചു. 3 വണ്ടികൾ പൂർണ്ണമായും 3 ബൈക്കുകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. കടയുടമ സജി ഫറോക്ക് പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും പോലീസും വിരലടയാള വിദഗ്ധരും ഒക്കെ സംഭവ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുമുണ്ട്. ഇയാൾക്ക് എന്തെങ്കിലും ശത്രുതയോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നതായിട്ടുള്ള വിവരങ്ങൾ നിലവിൽ ലഭ്യമല്ല. എന്തായാലും ഇത് ആരാണ് ഈ അജ്ഞാതനായിട്ടുള്ള പ്രതി എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടി ഫറോക്ക് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 7 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കടയുടമ വ്യക്തമാക്കുന്നത്. ഓരോ മനുഷ്യനും ജീവിക്കാൻ കഷ്ടപ്പെടുമ്പോഴാണ് അന്നം നൽകുന്ന സ്ഥാപനങ്ങളെ പോലും ഇല്ലാതാക്കുന്ന ചില അജ്ഞാതർ രംഗത്ത് വരുന്നത്. എന്തായാലും ആ അജ്ഞാതൻ ആരെന്ന് കണ്ടെത്തി തക്കതായ ശിക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.